കാണാൻ കുറച്ച് ഭംഗിയുണ്ടല്ലോ. പുതിയ ഷേപ്പാണ്. എത്ര മോഡൽ? 14 ആണ് ഇന്ന് പ്രൈസ്. 2,85,000 രൂപ. 2,85,000. 5,85,000 രൂപ കൊടുക്കാം. 5,85,000 രൂപക്ക് 2,85,000 രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് കൊറോള ആൾട്ടീസ്. ഹലോ ഗൈസ്, മലയിൽ മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതമുണ്ട്. വണ്ടി കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ടയോട്ടൻ്റെ സെഡാൻ വാഹനങ്ങളാണ്. ഒരു 5 വാഹനങ്ങളുണ്ട്. ഡീസല്, പെട്രോള്, ഓട്ടോമാറ്റിക്, മാനുവൽ, പിന്നെ ഒരു ഓൾഡ് ഷേപ്പ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാമറയും കൂടെ ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്നുണ്ട്. മൈലേജ് കിട്ടുന്ന വാഹനങ്ങൾ, നല്ല കംഫർട്ട് കിട്ടുന്ന വാഹനങ്ങൾ, ഒരു 10 ലക്ഷം ഓടിയാലും കുഴപ്പമില്ലാത്ത വാഹനങ്ങളൊക്കെ നോക്കുന്നവർ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ. ഞാൻ ഒരുപാട് പറഞ്ഞ് പോരാടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്കാണ്. അപ്പോൾ ഫൈസൽ ബ്രോ, മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളിയായിട്ട് വന്നു. നല്ല മഴയൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇന്നെന്താ ഈ ഒരു സ്പെഷ്യൽ വിരുന്ന്? സെഡാൻ ടൈപ്പ്, ടയോട്ടന്റെ സെഡാൻ ടൈപ്പ്, യാത്രാസുഖം, മൈലേജ് ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക്. ഓട്ടോമാറ്റിക് ഉണ്ട്. ഒരു കാലത്ത് അടിപൊളിയായിട്ട് ഇറങ്ങിയിരുന്ന ഒരു വാഹനമാണ് ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ അൾട്ടീസ് ഒരു കാലത്ത് VIP യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ്. അപ്പൊ അങ്ങനത്തെ വണ്ടികളാണ് കാണിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട് വാഹനങ്ങളൊക്കെ? ഒക്കെ ഹൈ ക്വാളിറ്റി വണ്ടികൾ. ഹൈ ക്വാളിറ്റി വെറുതെ പറഞ്ഞാണ്, ഫുൾ ക്വാളിറ്റി വണ്ടി, ഫുൾ ക്വാളിറ്റി വണ്ടികളാണെന്നാണ് ഫൈസൽ പറഞ്ഞത്. അപ്പൊ നമ്മളെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. മലപ്പുറം ചട്ടിപ്പറമ്പ്, മലപ്പുറം ജില്ലയില് ചട്ടിപ്പറമ്പ് അങ്ങാടിന്ന് പിന്നെ പെരിന്തൽമണ്ണ റോട്ടിന് ക്യാപിറ്റൽ മാളിന്റെ തൊട്ട് ബാക്കിലാണ് വരുന്നത്. അപ്പൊ കോട്ടക്കൽ പെരിന്തൽമണ്ണ റോഡ്, അതെ, അവിടെയാണ് നമ്മളെ ഷോറൂം വരുന്നത്. വൺ ഡ്രൈവ് എന്നാണ് ഷോറൂമിന്റെ പേര്. അപ്പൊ നമുക്ക് ഓരോ വാഹനങ്ങളൊക്കെ ആയിട്ട് പരിചയപ്പെട്ടാലോ? ഓക്കെ, കമോൺ ഗൈസ്. അപ്പോൾ ഫൈസൽ ബ്രോ, ആദ്യമായിട്ട് നമുക്ക് വൈറ്റ് കളർ ഒരു അൾട്ടീസ് പരിചയപ്പെടുത്താം. ഇത് ഏതാണ് വേരിയന്റ്? ജി ഓപ്ഷനാ. ജി ഓപ്ഷൻ അല്ലേ? UK, ഉത്തര കൊറിയയാണോ? ഉത്തര കൊറിയല്ല, ഉത്തരാഖണ്ഡ് രജിസ്ട്രേഷൻ ആണ്. എത്ര ഇത് മോഡല്, കിലോമീറ്റർ, ഓണർ? 2014-15 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്, 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം കിലോമീറ്റർ. അതെ. എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി. എന്താ ഫ്ലഡ്, ആക്സിഡന്റ്, തട്ടുമുട്ട്, റീപ്ലേസ്? മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട് അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ടയറൊക്കെ ഉണ്ട്. ടയറൊക്കെ അത്യാവശ്യം ഒരു ഈ UK രജിസ്ട്രേഷനില് നമ്മള് ലാസ്റ്റ് ഫൈനല് എത്ര കൊടുക്കും? 5,85,000 രൂപ കൊടുക്കാം. 5,85,000 രൂപക്ക് ഒരു കൊറോള ആൾട്ടീസ്. 2015. ഇത് NOCന്റെ വേറെ പൈസ വരൂലേ മറ്റേ നമ്പർ ആക്കാൻ? ഏകദേശം 1 ലക്ഷം റുപ്യന്റെ ഉള്ളില് നമ്പർ ആക്കാനും വരും. അത് നല്ലൊരു പ്രൈസ് ആണ്. വണ്ടി നല്ല വണ്ടിയാണ്, നല്ല ക്വാളിറ്റി, നല്ല വണ്ടിയാണ്. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് നമുക്കൊരു ഗ്രേ കളറ്, കാണാൻ കുറച്ച് ഭംഗിയുണ്ടല്ലോ. പുതിയ ഷേപ്പാണ്. എത്ര മോഡൽ? 14 ആണ്. GL ഓപ്ഷൻ ആണ്. 2014 GL ഫുൾ ഓപ്ഷൻ. അപ്പൊ എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടി. ഇതിൽ തന്നെ ഇലക്ട്രിക്കൽ ചെയർ, എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടി. എങ്ങനെയുണ്ട് വണ്ടി? നല്ല ഹൈ ക്വാളിറ്റി വണ്ടി, 100% ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഓണർ എത്ര ആയിട്ടുണ്ട്? കിലോമീറ്റർ എത്ര ആയിട്ടുണ്ട്? സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു. ഇപ്പൊ നമ്മള് നമ്പർ ആക്കി, നമ്മളെ പേരിൽ നമ്പർ എടുത്തു. സെക്കൻഡ് ഓണർഷിപ്പ് ആയി. 1 ലക്ഷം വെറും 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 78,000 കിലോമീറ്റർ. ജെനുവിൻ ആണോ? ജെനുവിൻ സർവീസ്. എവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം. ഉറപ്പ് കൊടുക്കാം. ടയറൊക്കെ ഉണ്ടാ? ടയറുണ്ട്, അത്യാവശ്യം ടയറുണ്ട്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ആയിട്ടുണ്ടോ? റീപ്ലേസ് മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്, മാറിയിട്ടുള്ളൂ. എത്ര ഈ മുതൽ നമ്പർ ആയിട്ട് ആകെ ഒരു മാസമായിട്ടുള്ളൂ. നമ്പർ ആവാൻ എത്ര വരും? ഒരു ഏകദേശം 1,80,000 നമ്പർ ആക്കാൻ. 1,80,000. ഓ, ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ ആണ്. അപ്പൊ എത്ര ഈ നമ്പർ ആയിട്ട് ഈ മുതലിന് ആസ്ക് ചെയ്യുന്നത്? 8 ലക്ഷം ചോദിക്കുന്നുണ്ട്. 8 ലക്ഷം. ഒരു 7 ലക്ഷം ലോണും കൊടുക്കാം. അപ്പോൾ 1 ലക്ഷം രൂപ കാണുകയാണെങ്കിൽ ആൾട്ടീസ് എടുക്കാം. ഓക്കെ. അതിന്റെ ഇന്റീരിയർ കാണിച്ചു കൊടുത്തില്ലേ? അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കൊരു ക്യാമറ കാണിക്കാം. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്, പക്ഷെ ഇത് ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ് അല്ലേ? ഫസ്റ്റ് ഓണറിൽ ഇവിടെ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. എത്ര ഇതിന്റെ മോഡല്? 2006 മോഡൽ. 2006 മോഡൽ. CNG ചെയ്ത വണ്ടിയാണ്. ഈ ക്യാമറയ്ക്കുള്ള പ്രശ്നം 8-9 മൈലേജ് കിട്ടുള്ളൂ. അപ്പൊ CNG ചെയ്താണ്. CNG ആഡ് ചെയ്തിട്ടുണ്ട്. ക്യാമറയിൽ ഫുൾ ഓപ്ഷൻ ആണ്, സൺറൂഫും കാര്യങ്ങളും. സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പാണ്. ചെയർ ഇലക്ട്രിക്കൽ ചെയർ ആണ്. എല്ലാം സെറ്റപ്പ് ഉള്ള വണ്ടി. ഇന്റീരിയറും വലിയ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ? ഇല്ല, ഒന്നുമില്ല. 8881 നമ്പർ. അതെ. എത്രയാണ് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ്? 2,85,000 രൂപ. 2,85,000 രൂപക്ക് 2006 ഒറിജിനൽ കേരള ക്യാമറ. കുറച്ച് സ്ക്രാച്ച് ഒക്കെ കാണുന്നുണ്ടല്ലോ. അത് നമ്മൾ ക്ലിയർ ആക്കിയിട്ടേ കൊടുക്കും. ക്ലിയർ ആയി കൊടുക്കും. മഴ പെയ്ത് കൊണ്ട് കിടക്കണോണ്ട് കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. ഓക്കെ. ഇനി അടുത്ത് ഇതാ വീണ്ടും ഒരു
ആൾട്ടീസ് വൈറ്റ് കളറ് 24 ഒറിജിനൽ കേരള വണ്ടി. 2014 മോഡൽ. 14 മോഡൽ. ഓണർഷിപ്പ് എത്ര ആയിട്ടുണ്ട്? സെക്കൻഡ് ഓണർഷിപ്പ്. ഏതാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞത്? VL ഓപ്ഷനിലാണ്. VL ഓപ്ഷൻ. പെട്രോള് ഫുൾ പെട്രോൾ ആണ്. മൈലേജ് കിട്ടൂല. CNG ഉണ്ട്. ഇതാണ്. അപ്പൊ കുഴപ്പമില്ല. മറ്റത് എങ്ങനെ പോയാലും ഒരു 10 കിലോമീറ്ററിന്റെ ഉള്ളിലെ മൈലേജ് കിട്ടുള്ളൂ. അപ്പോൾ CNG ചെയ്തുകൊണ്ട് 20ന്റെ മേലേക്ക് മൈലേജ് കിട്ടും. 20ന്റെ മേലെ മൈലേജ് കിട്ടും. ഓ, അപ്പൊ നല്ല സൈലന്റ് എഞ്ചിൻ, നല്ല വർക്കിംഗ്, യാത്രാ സുഖം, നല്ല ഒരു കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ആൾട്ടീസ്. അപ്പൊ ഇതിൽ തന്നെ പെട്രോൾ CNG ചെയ്തിട്ടുള്ള ഒറിജിനൽ കേരള 14 മോഡൽ. ഓട്ടോമാറ്റിക് ആണ് പറഞ്ഞില്ലേ? ഓട്ടോമാറ്റിക് ആണ്. ഇനി എന്താ വേണ്ടത്? അപ്പൊ ഈ മുതലിന് എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? 1,85,000 രൂപ കൊടുക്കാം നമുക്ക്. 885. ഫുൾ ഓപ്ഷൻ ആണ്. ഓട്ടോമാറ്റിക് ആണ്. CNG ചെയ്തതാണ്. അതെ. അപ്പോൾ 885 ഒരു മാന്യമായ റേറ്റ് ആണോ? മാന്യമായ റേറ്റ് അല്ലേ? അല്ല, എന്തെങ്കിലും കുറക്കണം. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി ചെയ്യാം. കസ്റ്റമർ വന്നോട്ടെ, ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി ചെയ്യാം എന്ന് കൊടുക്കാം. ഇനി ഇതാ ഇപ്പുറത്ത് നോക്കണ ഒരു ഓട്ടോമാറ്റിക് പെട്രോൾ അല്ലേ? അതെ. മൈലേജ് കുറവായിരിക്കും. 2010 മോഡൽ. 2010 മോഡൽ. മൈലേജ് ഉണ്ടാവൂലേ? മൈലേജ് ഒരു 12-13 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. 10 പ്രതീക്ഷിച്ചാൽ മതി. ലോങ്ങിലൊക്കെ 12 കിട്ടുന്നുണ്ട് അല്ലേ? വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി ഹൈ ക്വാളിറ്റി. കിലോമീറ്റർ ഓണറൊക്കെ എത്രയാണ്? 130 ഓടിയിട്ടുണ്ട്. മൂന്നാമത്തെ ഓണർഷിപ്പാണ്. അതെ. വണ്ടി റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ കാണിച്ചു കൊടുക്കുക. ഇന്റീരിയർ ഒക്കെ എങ്ങനെയുണ്ട്? ഇന്റീരിയർ ഒക്കെ പക്ക. ഡ്രൈവർ സീറ്റ് ഒക്കെ കുറച്ച് 2010 ആണ്. 15 കൊല്ലം പഴക്കണ്ട്. അപ്പൊ അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് പറയണം ആൾക്കാരോട്. ഓക്കെ. അപ്പോൾ ഹെഡ്ലൈറ്റ് വാഷറൊക്കെ ഉണ്ട്. നല്ല ഫ്രണ്ട് കാണാൻ നല്ലൊരു ഗോൾഡൻ കളർ. KL7DF 6715. ഈ ഒരു വാഹനത്തിന് നമുക്ക് എത്ര രൂപ കൊടുക്കും? അത് ഒറിജിനൽ കേരള അല്ലേ? അത് എങ്ങനെയാണ് ഒറിജിനൽ കേരള? KL7DF അല്ലേ? അത് മാറിയതാണ്. അപ്പോ റീ രജിസ്ട്രേഷൻ ലോണ് കിട്ടൂല. 2010 വണ്ടിയാണ്. നമുക്ക് ആസ്കിങ് 2,85,000 രൂപ. 2,85,000 രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് കൊറോള ആൾട്ടീസ് കൊടുക്കാം. കുഴപ്പമൊന്നുമില്ലാത്ത റേറ്റ് ആണ്. പിന്നെ വണ്ടി കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ടൊക്കെ എടുത്താൽ മതി. ഇങ്ങോട്ട് വരി. സെഡാൻ ടൈപ്പിൽ വേറൊരു വണ്ടി പാടുണ്ട്. എന്താ അത്? ഹോണ്ട സിറ്റി 2017 മോഡല്. അതാണ് വില കുറച്ച് കണ്ട് 6,97,000 റുപ്യക്ക് ഹോണ്ട സിറ്റി 2017 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി. കേരള വണ്ടി അല്ല? നമ്പർ ആയ വണ്ടി. സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി. സൺറൂഫ് ഒക്കെ ഉണ്ട്. എന്താണ് ഇതിന് ആക്സിഡന്റ് റീപ്ലേസ്? ഒരു റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഇല്ല. അലോയ് വീലൊക്കെ ഉണ്ട്. അലോയ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ കുറവുണ്ടല്ലോ ബാക്കില്? ചെറിയ കമ്മിയുണ്ട്. അതാണ് ഇപ്പോൾ 7,00,000 റുപ്യ ഇട്ടതാണ്. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന റേറ്റ് 6,95,000 രൂപയാണ്. വണ്ടി പോവാത്തോണ്ടാ? അല്ല. ഓഫർ പ്രൈസ് ആണ്. ഓഫർ പ്രൈസ്. അതെ. ഇന്റീരിയർ ഒക്കെ എങ്ങനെയുണ്ട്? ഇന്റീരിയർ നോക്കി അടിപൊളി ക്വാളിറ്റിയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്. അതെ. കീലെസ് എൻട്രി. ഉള്ള വലിയ മോശം കാര്യങ്ങളൊന്നും പറയാനില്ല. ഇപ്പൊ എത്ര പറഞ്ഞ റേറ്റ്? 6,95,000 രൂപ. 6,95. 95,000 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അതിൽ ഇനി ഡിസ്കൗണ്ട് ഉണ്ടാവോ? ഇല്ല, ഇനി ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. ഇത് ലോൺ കിട്ടൂല ഇതിന്? 6 ലക്ഷം ലോൺ കൊടുക്കാം. IDV എത്ര ഉണ്ട്? 7 ലക്ഷം IDV ഉണ്ട്. 7 ലക്ഷം ഉണ്ട്. ഓ, അപ്പൊ ഫുൾ ലോൺ തന്നെ കിട്ടും. ഫുൾ ലോൺ കിട്ടും. നല്ല ട്രാക്ക് ആണെങ്കിൽ ഫുൾ ലോൺ കിട്ടും. ഒരു 700 താഴെയാണ് ട്രാക്ക് എന്നുണ്ടെങ്കിൽ 6 ലക്ഷം വരെയൊക്കെ ലോൺ ചെയ്യും. ഇനി നമ്മളെ ഷോറൂമിൽ വേറെയും വണ്ടികളുണ്ട്. നമ്മളിപ്പോ ഈ സഡാൻ വണ്ടികൾ മാത്രം ഇന്നത്തെ ഒരു വീഡിയോ എപ്പിസോഡായിട്ട് കാണിച്ചതാണ്. ഇവിടെ ക്രിസ്റ്റകള്, ഇന്നോവ, അങ്ങനെയുള്ള വണ്ടികൾ, അതേപോലെ പ്രീമിയം വണ്ടികള്. ജിപ്സി കാണിച്ചു കൊടുക്കി. ജിപ്സി കുറെ കാണിച്ചു കൊടുത്ത ആൾക്കാർക്ക് മടുത്തിട്ടുണ്ടാവും. നമുക്ക് ഓഫർ പ്രൈസ് ഇട്ട് കൊടുക്കാം. ജിപ്സി വേണ്ടവര് വിളിച്ചോളി. പൈസ 3,70,000 രൂപ കൊടുക്കാം. ജിപ്സി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറെ പ്രീമിയം വണ്ടികളൊക്കെ ഉണ്ട്. അതുപോലെ ബ്ലാക്ക് ക്രിസ്റ്റ, അതിന്റെ ഒക്കെ വീഡിയോ വരുന്നതാണ്. താല്പര്യമുള്ളവർ വീഡിയോ കണ്ടിട്ട് വിളിച്ചോളി. പിന്നെ ഫോർച്യൂണർ ചാകരയാണ്. 2014, 15, 13, 17 എല്ലാവിധ വണ്ടികളും വന്നിട്ടുണ്ട്. പിന്നെ അവിടെ പുറത്ത് ചെറുവണ്ടികൾ ഉണ്ടെന്ന് പറഞ്ഞ്. ചെറുവണ്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇയോൺ ഉണ്ട്. പിന്നെ 80,000 രൂപേന്റെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. 80,000 രൂപ ബീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ 2.5 ലക്ഷം റുപ്യേൻ്റെ 2017 അൾട്ടോ വന്നിട്ടുണ്ട്. ഇയോൺ വന്നിട്ടുണ്ട് 2,60,000 രൂപക്ക്. ഓക്കെ, അതൊക്കെ വേണ്ടവര് നമ്പറിൽ വിളിക്കാൻ മതി.
അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് നമ്മളെ കൊറോള ആൾട്ടീസ് അതുപോലെ ക്യാമറി നല്ലൊരു പ്രൈസ് റേഞ്ചാണ്. ഇനി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മാക്സിമം റേറ്റ് കുറക്കാം. നമ്മൾ ഫൈസൽ ബ്രോനെ കണ്ടാൽ മതി, വൺ ഡ്രൈവിൽ വന്നാൽ മതി. വണ്ടികൾ സൂപ്പറാണ് അല്ലേ? എല്ലാ പറഞ്ഞ കാര്യങ്ങളും അല്ല, എല്ലാ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡി അല്ലേ? പിന്നെ ഇവര് വരുമ്പോ എന്തെങ്കിലുമൊക്കെ റേറ്റ് കുറച്ച് കൊടുക്കണം. റേറ്റൊക്കെ മാറ്റം വരും. ഈ പറഞ്ഞ പോലെ ഒന്നുമല്ല. നിങ്ങൾ മാക്സിമം ഒന്ന് നോക്കി, പിന്നെ വണ്ടിയൊക്കെ നിങ്ങൾ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഫുള്ള് കമ്പനിയിലൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുക്കുക. കാരണം ഇതൊക്കെ മോട്ടോർ വാഹനങ്ങളാണ്. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങളെന്ന് ശരിക്കും നോക്കിയാലൊന്നും കാണൂല. ഫുള്ള് ചെക്ക് സൗകര്യം ചെയ്തു തരും. നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലേ? പിന്നെ അധികം പാർക്ക് ആൻഡ് സെയിൽ വണ്ടികളാണ്. വല്ല പാർക്ക് ആൻഡ് സെയിൽ വണ്ടികളും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുന്നോളി. ആ നമുക്ക് കഴിവിന്റെ നല്ല വണ്ടികളായിരിക്കണം, മാന്യമായ റേറ്റും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്തോട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതുവരെ വരുന്നവരേക്കും ബൈ ബൈ.